നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോബി പറാത്ത അല്ലെങ്കിൽ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള പറാത്ത എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ചപ്പാത്തിക്ക് കഴിച്ച് മടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി പറാത്ത അല്ലെങ്കിൽ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള പറാത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ, നമുക്ക് ഇതിൻ്റെ ഒരു കഷ്ണം തന്നെ മതി. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണ്ട. ഇതുപോലെ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കണത്. നമുക്കിത് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കോളിഫ്ലവർ ആകുമ്പോൾ പുഴുവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം നമുക്കിതിന് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഒരുപാട് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുറച്ച് സമയം ഒന്ന് ഇതിൽ വെക്കുക, അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരുപാട് ചൂടൊന്നുമില്ല, ചെറിയ ചൂട് തന്നെയേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. വെള്ളം വേണ്ട, വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം നല്ലപോലെ. ഇപ്പോൾ ഇത് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കത്തി വെച്ചിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ വലിയ ഹോൾസുള്ള ഗ്രേറ്ററിൽ കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ചെറിയ ഹോൾസുള്ള ഗ്രേറ്റർ ആകുമ്പോൾ തീരെ ചെറുതായിട്ട് തന്നെ വരും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം ഇത് നമ്മൾ പിന്നെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വേണ്ട, ഒന്നും കൂടി വലുതായിട്ട് വന്നോട്ടെ, അതായിരിക്കും നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള പറാത്തി ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ഫ്ലേവറോട് കൂടിയ ഒരു പറാത്തയുടെ ഒരു റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം പിന്നെ കാണിക്കാം കേട്ടോ. പിന്നെ കോളിഫ്ലവർ എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടമില്ല, കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം. ഈ ഒരു പറാത്തയ്ക്ക് അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരും. ഇപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എത്ര ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പോൾ ഇത്രയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഈ ഒരു കപ്പിൽ 2.5 കപ്പാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, അതായത് 250 ml കപ്പിൽ കേട്ടോ. ഇത് മതി. ഇനി നമുക്കൊരു വലിയ ക്യാരറ്റും കൂടിയും ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഗോബി പറാത്ത തയ്യാറാക്കുന്ന സമയത്ത് ക്യാരറ്റും കൂടിയും അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും, നമ്മൾ കോളിഫ്ലവറും മാത്രം ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും. അപ്പോൾ ഇതും ഞാൻ വലിയ ഹോൾസ് ഉള്ള ഗ്രേറ്ററിൽ കൂടി തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്, ഈ ഒരു രീതിയിൽ കേട്ടോ. അത് തന്നെയായിരിക്കും നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ക്യാരറ്റ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആണെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ. ഞാനിപ്പോൾ മല്ലിയില മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം അളവിൽ. അപ്പോൾ മല്ലിയില സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ചേർക്കുക, നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും ഈ ഒരു പറാത്തയ്ക്ക്. അതുപോലെ പച്ചമുളക് നന്നായിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ കഷ്ണങ്ങളായിട്ട് പച്ചമുളക് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പറാത്ത കഴിക്കുമ്പോൾ ചിലപ്പോൾ കടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് മുറിക്കണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂണൊക്കെ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണ കാരണം ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും ഒരുപാട് വേണ്ട, നന്നായിട്ട് വരില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും, സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊന്നും കൂടി പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ, പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല,
ഗരം മസാലയും ചെറിയൊരു ഫ്ലേവർ തന്നെ മതി, ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇതുപോലെ വെജിറ്റബിൾസിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പുറത്തോട്ട് വരും, അപ്പോൾ നന്നായിട്ട് വരില്ല. അതുപോലെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും ഈ ഒരു പറാത്ത. കുറച്ച് ഈ വെജിറ്റബിൾസൊക്കെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് മാറും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അയമോദകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയമോദകം, അതായത് അജ്വൈൻ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. 250 ml കപ്പിൽ 3 കപ്പ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, ഫില്ലിങ്ങിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അതിനുശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോഴായിരിക്കും ഗോബി പറാത്ത നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. പിന്നെ ഇതുപോലെ കുഴച്ചെടുക്കണ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും, ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഈ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുത്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണത്. അപ്പോൾ ക്രാക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ടൈപ്പിലുള്ള പറാത്തകളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലു പറാത്ത, അതായത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ മേത്തി പറാത്ത, ഉലുവയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ ഓണിയൻ പറാത്ത, സവാള ഉപയോഗിച്ചിട്ടുള്ള പറാത്ത. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് കമൻ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് പ്രഷർ കൊടുത്ത് തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അടച്ച് വെക്കുക. അടച്ച് വെക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് ഒന്നും വെക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു തുണി നനച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിലും നല്ല ടെക്സ്ചറോട് കൂടി തന്നെ ഇത് ഇരുന്നോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ബോൾസാക്കി മാറ്റണം. അപ്പോൾ ചപ്പാത്തി തയ്യാറാക്കണേക്കാളും വലിയ ബോൾസാക്കിയിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. പറാത്ത എന്ന് പറയുമ്പോൾ ചപ്പാത്തിനേക്കാളും കട്ടിയും ഉണ്ടാവും, അതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 ചപ്പാത്തി തയ്യാറാക്കണ രീതിയിലുള്ള മാവ് തന്നെ ഒരു പറാത്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ ഞാൻ. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്ന സമയത്ത് 7 പറാത്ത ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. 7 മുതൽ 8 വരെ നമ്മൾ ഉണ്ടാക്കുന്ന സൈസിനനുസരിച്ച്. ഇനി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ഉരുള നമുക്ക് അതിൽ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കണം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ്. അപ്പോൾ പരത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുഭാഗം കട്ടി വേണം, ഇതിൻ്റെ വശങ്ങളിൽ കനം കുറച്ചിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പൊട്ടിപ്പോവാതെയൊക്കെ വരിക കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അത്ര വെച്ച് കൊടുക്കാം. ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുക്കുമ്പോഴേ തന്നെയായിരിക്കും ഗോബി പറാത്തയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫില്ലിങ്. ഇനി ഇതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ഇത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ മോമോസൊക്കെ ഉണ്ടാക്കാറുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ വേറെ പറാത്തകൾ ഉണ്ടാക്കണവർക്കാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാം. 1-2 പ്രാവശ്യം തയ്യാറാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. കണ്ടില്ലേ, ഗ്യാപ്സ് ഒന്നും ഉണ്ടാവരുത്, അത് ജസ്റ്റ് കൈവച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇനി വിട്ടൊന്നും പോവില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പരത്തിയെടുക്കുക, പ്രത്യേകിച്ച് ആദ്യമായിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ ഉള്ള പറാത്താസ് കേട്ടോ. അപ്പോൾ പതുക്കെ പൊട്ടിപ്പോവാത്തൊരു രീതിയിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി
അപ്പോൾ പറാത്ത എന്ന് പറയുമ്പോൾ ഒരുപാട് തിന്നാക്കി എടുക്കരുത്, കുറച്ചൊരു തിക്നെസ് വേണം. പക്ഷെ ഒരുപാട് തിക്കായിട്ട് വന്നാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. എല്ലാവരുടെയും ഒരേ തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കുക. അപ്പോഴായിരിക്കും പറാത്തി ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അരികുവശങ്ങളൊന്നും ഒരുപാട് കട്ടിയിൽ അങ്ങനെ ഇരിക്കരുത്. ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഞാനിതിപ്പോൾ പരത്തിയെടുക്കണത്. ഇപ്പോൾ ചപ്പാത്തിക്ക് പകരമൊക്കെ നിങ്ങൾ പറാത്ത തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അധികം എണ്ണം തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പറാത്തയൊക്കെ കഴിക്കുമ്പോഴേക്കും അത്യാവശ്യം ഹെവി ആയിട്ട് വരും. ഇപ്പോൾ 2 ചപ്പാത്തിയൊക്കെ നമ്മൾ കഴിക്കുന്നതിനേക്കാളും എന്താ പറയുക, ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതായത് തിക്നെസ് കാരണം. അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, കഴിച്ചോളും. പിന്നെ നമ്മൾ പറാത്ത തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും അതായത് പുറത്തേക്ക് വരണ പോലെ തോന്നിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഓൾറെഡി പരത്തി കഴിഞ്ഞു, ഒന്നും പുറത്തോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി അവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. അതുപോലെ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കരുത് നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത്, പറാത്തയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ ഗോബി പറാത്തയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല പരത്തിയെടുക്കാൻ. ആലു പറാത്തയൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ട് നന്നായിട്ട് വരിക, അപ്പോൾ സ്റ്റിക്കായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് പരത്തി കാണിക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ പരത്തിയെടുത്താലും മതി. ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് സാധാരണ ചപ്പാത്തി പലകേമ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കണവർക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് വലുതായിട്ട് പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ കൈവച്ച് പരത്തിയെടുത്തതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് വിട്ടുപോകും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഗോതമ്പ് പൊടിയൊന്നും ഇട്ടിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത ഗോബി പറാത്തിയും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കട്ടെ. കണ്ടില്ലേ, നമ്മൾ ആ ബാക്ക് ഭാഗം വെച്ച് കൊടുത്തത് അത് കറക്റ്റായിട്ട് സീലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എപ്പോഴും ആ സീൽ ചെയ്തെടുക്കണ ഭാഗം ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് പരത്തിയെടുക്കണ ആ ഒരു ഭാഗത്ത് സീൽ ചെയ്തത് വെച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് പരത്തി എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളത് പരത്തിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയൺ തവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പറാത്ത വെച്ച് കൊടുക്കാം. പറാത്തയുടെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം. അപ്പോൾ പറാത്തി ആകുമ്പോൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെയായിരിക്കും കറക്റ്റായിട്ട് കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിലൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുക്കാവാത്ത പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുക്കാവും, പക്ഷെ കൂടുതൽ നന്നാവണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് കുക്കായിട്ട് നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. കാരണം കുറച്ചൊരു തിക്നെസ് ഉണ്ടല്ലോ ഇതിന്. ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെയാണ് ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അതുപോലെ ക്യാരറ്റിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇല്ലല്ലോ, ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ചപ്പാത്തിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം.
അപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പറാത്തയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ പറാത്ത എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. തൈരോ അല്ലെങ്കിൽ റൈത്ത, അച്ചാർ അതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷമൊക്കെ കൊണ്ടുവന്നു. കണ്ടില്ലേ, ലേസ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫില്ലിങ് വന്നിട്ടുമുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയ ഒരു പറാത്തയുടെ റെസിപ്പി തന്നെയാണ്. നിങ്ങൾ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പറാത്ത തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു റെസിപ്പികളിലൊന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ പറാത്തിയൊക്കെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരാം. തണുത്താലും കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തൈരാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തൈരിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അച്ചാറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ വരും. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു പറാത്ത തന്നെയാണ്. ചൂടോടുകൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം.